നമസ്കാരം. ആത്മപ്രശംസയുടെയും അതല്ലെങ്കിൽ അതിന് മറുപേരായിട്ടുള്ള സെൽഫ് പ്രൊമോഷനെയും കാലമാണ് ഇന്ന്. നമ്മുടെ ഭരണതലത്തിലുള്ള പ്രധാന സജീവർ പോലും ആ സെൽഫ് പ്രൊമോഷൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനും ഒരു സെൽഫ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സെൽഫ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആത്മപ്രശംസയാണ്. ആത്മപ്രശംസ ഒരു ചെറിയ രീതിയിലേക്കാകാം, അതിനപ്പുറം കിടക്കുമ്പോൾ അത് ആളുകൾക്ക് ബോറടിക്കും. അതുകൊണ്ട് തന്നെ ആത്മപ്രശംസയ്ക്ക് ഞാൻ സ്വമേധയാ ഒരു കരുതൽ നടത്തിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ആത്മപ്രശംസ വേണ്ട സ്ഥലങ്ങളിൽ മാത്രം, വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം അത് പറയാറുണ്ട്. ഇത് തന്നെ തൊഴിലാക്കി നടന്നിട്ടുള്ള ആളല്ല ഞാൻ. ഇതിത്രയും പറയാൻ കാരണം, കഴിഞ്ഞ 2-3 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ചിറ്റലഞ്ചേരി MNKM ഹൈസ്കൂളിലെ കുട്ടികളോട് സംബന്ധിച്ച ആ വീഡിയോസാണ്. 322ഓളം SSLC കുട്ടികൾ അവരുടെ പരീക്ഷയ്ക്ക് മുന്നായിട്ട് അവർക്കൊരു ക്ലാസ് വേണമെന്നതിൻ്റെ ഒരു ആവശ്യാർത്ഥം നമ്മുടെ അവിടുത്തെ ഡെപ്യൂട്ടി HM സുഹൃത്തുമായിട്ടുള്ള ഹക്കീം മാഷ് എന്നെ തിരഞ്ഞെടുക്കുകയും എന്നെ അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയും അങ്ങനെ 3 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട്, ഒന്നിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് 323 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് 3 ദിവസങ്ങളിലായിട്ട് എടുത്ത ക്ലാസ്സിൻ്റെ ഭാഗത്ത് ആ സമയത്ത് ഹക്കീം മാഷും എൻ്റെ ചില സുഹൃത്തുക്കളുമൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു. സുഹൃത്തായ മാഷുമാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ കുറച്ച് വീഡിയോസ് എടുത്ത്, അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും പ്രാസംഗികരും ഒക്കെ അവരുടെ കൂടെ തന്നെ ഈ വീഡിയോഗ്രാഫറിനെ കൊണ്ട് നടക്കാറാണ് പതിവ് എന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും ആളായിട്ടില്ല എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വെറും 1000 ചില്ലറ സുഹൃത്തുക്കളാണ് എനിക്കുള്ളത്. ഞാൻ അങ്ങനെയാണ് അവരെടുത്ത വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം. ഇതിലൂടെ വൈറലാകാമെന്നോ അതല്ലെങ്കിൽ ഇതിലൂടെ അറിയപ്പെടുന്ന വ്ളോഗറാകാമെന്നോ വലിയ അറിയപ്പെടുന്ന മോട്ടിവേഷൻ ട്രെയിനറാകാമെന്നുള്ള അതിമോഹമൊന്നും എനിക്കില്ല. പക്ഷേ ഈ ആത്മപ്രശംസ എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതായതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി തോന്നി. ആ 1322 കുട്ടികളോട് സംസാരിച്ചതിന് ശേഷം അവരുടെ പ്രതികരണം എഴുതി വാങ്ങിച്ചപ്പോൾ, മാഷാണ് എഴുതി വാങ്ങിച്ചത്, ഞാനൊന്നും അറിയില്ല, വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് കുട്ടികളുടെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ചിലതൊക്കെ ശരിക്കും സന്തോഷം കൊണ്ട് കണ്ണുനിറയാന്ന് പറഞ്ഞിട്ടില്ലേ, അതുണ്ടായിട്ടുണ്ട്. 2006 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് കുട്ടികൾക്ക് മുമ്പാകെ സംസാരിക്കാൻ പോയത്. പോലീസ് കൈക്കൂലി വാങ്ങിക്കുമോ എന്ന 2006 കാലഘട്ടത്തിലെ ഒരു UP സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ ചോദ്യത്തിന് വരെ കയ്യടിയോടെയുള്ള മറുപടി പറഞ്ഞിട്ട് തുടങ്ങിയ ക്ലാസ് ഇതുവരെയും 1-2 സ്ഥലങ്ങളിൽ മാത്രം ചെറുതായിട്ട് ഫ്ലോപ്പായി. ഇതുവരെയും എവിടെയും ദോഷം പേര് സംഭവിക്കാതെ പോയിട്ടുണ്ട്. മാത്രവുമല്ല, നിരവധി സ്ഥലങ്ങളിൽ നിരന്തരമായി വിളിച്ചിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ആത്മപ്രശംസയാണെങ്കിൽ പോലും അഭിമാനമുള്ളതായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അവിടുത്തെ കുട്ടികൾ എഴുതി കൊടുത്തിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് മാഷ് എനിക്ക് എൻ്റെ മുമ്പാകെ എത്തിച്ചു. അപ്പോൾ അത് വായിച്ചപ്പോൾ കുറേയൊക്കെ വല്ലാതെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ആ ഫീഡ്ബാക്കിൽ ഒരു ഭാഗമാണ്, ഒരു കുറച്ച് കെട്ടുകൾ മാത്രമാണ്, ഇനിയും വേറെയും കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാനത് വായിക്കാൻ കാരണം, എൻ്റെ ഒരു മോട്ടിവേഷൻ ട്രെയിനിങ് ഭയങ്കരമായിട്ടുള്ളതാണെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ അക്കാഡമിക്കൽ ഡിഗ്രിയുള്ള ആളെന്നുള്ള സൈക്കോളജിയും ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നാലും പക്ഷേ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ റിയലായിട്ടുള്ള നമ്മുടെ നാടൻ ഭാഷയിൽ കാര്യങ്ങൾ പറയുന്ന ഒരാളെന്ന നിലയ്ക്ക് കുട്ടികളുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ ഞാൻ കുറച്ച് വായിക്കാം. നീളമുള്ള വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട് എനിക്ക് അതിലൂടെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണമെന്നോ വ്യൂവേഴ്സിനെ കൂട്ടണമെന്നോ സബ്സ്ക്രിപ്ഷൻ കൂട്ടണമെന്നോ അതിമോഹമൊന്നുമില്ല. വരുന്നത് വരട്ടെ എന്നുള്ള ഉദ്ദേശിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ഞാൻ കുറച്ച് കുട്ടികൾ വായിക്കാം. അതിനെ വല്ലാതെ സ്പർശിച്ചിട്ടുള്ള ഒരു 2-3 ഞാൻ വായിക്കാം. ഓക്കെ. അരുണിമ S10A. എൻ്റെ പേര് അരുണിമ, ഞാൻ 10Aയിൽ പഠിക്കുന്നു. സാർ, ഞാൻ മോട്ടിവേഷൻ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ബോറായിരിക്കും, കാരണം ഉപദേശങ്ങൾ പൊതുവെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് പക്ഷേ സാർ വന്ന് ക്ലാസ് എടുത്തപ്പോഴാണ് എന്താണെന്നറിയില്ല, നന്നായി മനസ്സിൽ തട്ടി. ക്ലാസ് നല്ലതായിരുന്നു. ഞാൻ പലതരം മോട്ടിവേഷൻ കേട്ടിട്ടുണ്ട്, പക്ഷേ സാർ പറഞ്ഞ മോട്ടിവേഷൻ മനസ്സിൽ തട്ടിയ പോലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ക്ലാസ്സിനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. അതാണ് ഒരു കുട്ടിയുടെ. അടുത്ത കുട്ടിയുടെ, എനിക്ക് മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ഇനിയെങ്കിലും പഠിക്കാൻ തുടങ്ങണമെന്നാണ്. അങ്ങനെ ആ കുട്ടിയുടെ ഒരു മോട്ടിവേഷൻ. അടുത്തത് ജോത്സന, ഇന്നത്തെ മോട്ടിവേഷൻ ക്ലാസ് അടിപൊളിയായിരുന്നു. ഇതിനു മുമ്പ് വരെ ഞാൻ കരുതിയത് SLC എന്നത് എനിക്ക് വലിയ ഒരു ഭാരമായി തോന്നിയിരുന്നു. എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന്, ഞാൻ പാസ്സാവില്ല എന്നുവരെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ സാറ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ഈ SSLC ഒന്നും വലിയ കാര്യമല്ല എന്ന് തോന്നുന്നു.
ഞാൻ പരിശ്രമിച്ചാൽ എനിക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് എനിക്ക് ബോധ്യമായി. പിന്നെ സാറിൻ്റെ ബാല്യകാലങ്ങളും അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും സാർ പറഞ്ഞ കാര്യങ്ങൾ എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. അമ്മയ്ക്കും അച്ഛനും എന്നോട് സ്നേഹവും ഇല്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എൻ്റെ റിസൾട്ടിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് ഞാൻ തോറ്റുകൊടുക്കില്ല. ഞാൻ പഠിച്ച A+ വാങ്ങും എന്ന് എനിക്കിപ്പോൾ ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി 2.5 മണിക്കൂർ ക്ലാസ് എടുത്ത അത്രയും മോട്ടിവേഷൻ തന്ന സാർക്കും സാറിനെ ഇവിടേക്ക് ക്ഷണിച്ച അധ്യാപകനും വളരെ നന്ദിയുണ്ട്. നല്ല അനുഭവമായിരുന്നു. അങ്ങനെ ഒരു കുട്ടിയുടെ ഒരു ഫീഡ്ബാക്ക്. ഇനി അടുത്തത് ശ്രുതി. ക്ലാസ് സൂപ്പറായിരുന്നു. മോട്ടിവേഷൻ ക്ലാസ് എന്ന് കേട്ടപ്പോൾ ബോറായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന മനസ്സുകൊണ്ട് അതിൽ ഉൾക്കൊണ്ടും കേട്ടിരുന്ന ക്ലാസ് വേറെയില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സാറിന് ജീവിതകഥ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞുപോയി. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ബാല്യം ഭയങ്കര രസമാണ് എന്നും തോന്നി. സാർ അത്രയും കഷ്ടപ്പെട്ടാണ് വളർന്നത്. സാർ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നെങ്കിൽ സാർ അത്രയും മോട്ടിവേറ്റായ ഒരാളായിരിക്കണം. എന്നാലേ സാർ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ അത് കേൾക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ അവർക്ക് ഒരു മോട്ടിവേഷൻ ആകുകയുള്ളൂ. അങ്ങനെ തുടങ്ങിയ മറ്റൊരു ഫീഡ്ബാക്ക്. അനന്യ എന്നാണ് അടുത്ത കുട്ടിയുടെ പേര്. ആദ്യം തന്നെ പറയാനുള്ളത്, ഞങ്ങൾ ഈ വിദ്യാലയത്തിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി സാർ. ഈ 10ന്റെ അവസാന ഘട്ടം എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ ഒരു അവസ്ഥയിൽ സാറുടെ ഈ മോട്ടിവേഷൻ ക്ലാസ് വളരെ ഒരു കോൺഫിഡൻസും എന്നെക്കൊണ്ട് അത് കഴിയുമെന്ന സെൽഫ് കോൺഫിഡൻസും ഉണ്ടാക്കി തന്നതിൽ വളരെയധികം നന്ദി പറയുന്നു സാർ. മോട്ടിവേഷൻ ക്ലാസ് കേട്ടപ്പോൾ തന്നെ ഫുൾ പഠിക്കുന്ന കാര്യമാകുമെന്ന് വിചാരിച്ചു. ബട്ട് ഈ ക്ലാസ്സിൽ ഒരു 25% പോലും സാർ പഠിക്കുന്നതിനെ കുറിച്ച് ബോറാക്കി പറഞ്ഞില്ല. കാര്യം സാറുടെ ജീവിതം പറഞ്ഞപ്പോൾ സത്യത്തിൽ വിഷമവും ഞങ്ങളെയൊക്കെ എത്രയോ ഭാഗ്യവാനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സാറുടെ അച്ഛനോടും അമ്മയോടുള്ള സ്നേഹവും കരുതലും അത് നഷ്ടപ്പെട്ട വേദനയും പറഞ്ഞപ്പോൾ ശരിക്കും അഭിമാനവും വളരെ വിഷമവും വന്നു. ഈ ഒരു ക്ലാസ് എനിക്ക് വളരെ കോൺഫിഡൻസ് തന്നതിൽ വളരെ സന്തോഷമുണ്ട് സാർ. ഇനിയും കഴിയുമെങ്കിൽ ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഇനിയും ഇത്തരം യൂസ്ഫുള്ളായ ഒരു കോൺഫിഡൻസ് തരുന്ന ജീവിതത്തിൻ്റെ ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിൽ ഹെൽപ്പായി ഒരു 2.5 hours കൊണ്ട് ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കോൺഫിഡൻസ് തന്നതിൽ താങ്ക് യു സാർ. ഹെൽപ്ഫുള്ളാണ് സാർ. എല്ലാവർക്കും നല്ല ഒപ്പീനിയനാണ്. ഹാറ്റ്സ് ഓഫ് യു സാർ. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടുള്ള, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ 1-2 ക്ലാസ്സുകളിൽ മാത്രം ചാലക്കുടിയിൽ പോയിട്ടൊരു അനുഭവം, പിന്നെ ഏതോ ഒരു സ്ഥലം ഉല്ലൂരോ മറ്റോ, അങ്ങനെ 2 സ്ഥലം ചെറിയൊരു എനിക്ക് സംതൃപ്തമാകത്ത അവിടുത്തെ കേട്ടിരുന്ന അവിടുത്തെ സിസ്റ്റേഴ്സും കുട്ടികളൊക്കെ പറഞ്ഞെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു, ബാക്കി എല്ലാ സ്ഥലത്തും കയ്യടിയേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇത് ശരിക്കും കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അടുത്ത് നിൽക്കാം സാർ. ഇന്നത്തെ ക്ലാസ് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ക്ലാസ്സായിരുന്നു. ഇത് എൻ്റെ ആദ്യത്തെ മോട്ടിവേഷൻ ക്ലാസ്സാണ്. ഇത്രയും സമയം ഇത്ര എനർജറ്റിക്കായി ക്ലാസ് എടുത്ത ഹംസ സാറിന് പ്രത്യേകം നന്ദിയുണ്ട്. വെറും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് മാത്രമായിരുന്നില്ല, മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സും കൂടിയായിരുന്നു. ഒരുപാട് പേർ അനുഭവിച്ച വേദനയും അവരുടെ ജീവിതത്തിലെ ഉയർച്ചയും എല്ലാം അറിയാൻ പറ്റി. പരിമിതികളുള്ള മനുഷ്യരായിരുന്നിട്ടും അവർക്ക് ഇത്രയും ഉയരത്തിലെത്താൻ പറ്റിയെങ്കിൽ എനിക്കും പറ്റിക്കൂടെ എന്ന ഫീൽ ഉണ്ടായി. ഇത്രയും നല്ല ക്ലാസ് സംഘടിപ്പിച്ച ഹംസ സാറിനും സ്കൂളിലും നന്ദി. അങ്ങനെ ഒരുപാട് ഒരു കെട്ട് സംഗതികളാണുള്ളത്. വേറൊരു കെട്ട് അപ്പുറത്തുണ്ട്. മോട്ടിവേഷൻ ക്ലാസ് അതും കൂടി പറഞ്ഞ് തന്നെ അവസാനിപ്പിക്കാം സാർ. മോട്ടിവേഷൻ ക്ലാസ് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ബോറായിരിക്കും, അതുപോലെ ഉറക്കം വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതെല്ലാം സാർ പറഞ്ഞ ഓരോ വാക്കുകളിലൂടെ അതിൻ്റെ ആഴം മനസ്സിലായി. സാർ പറഞ്ഞ പോലെ കൈകാര്യ ശേഷി നഷ്ടപ്പെട്ട ഒരു അംഗവയിലുള്ളവർ പോലും ഈ കാലത്ത് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം ചെയ്യുന്നു. എല്ലാം തികഞ്ഞ് എനിക്കെന്തുകൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് പോലും തോന്നിപ്പോയി. സാറ് പറഞ്ഞ ഓരോ വാക്കും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഏതൊരു സന്ദർഭത്തിലും ഞാൻ തീർച്ചയായും സാറിനെ ആലോചിക്കും. താങ്ക് യു സാർ. ക്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കണ്ണ് നിറയിപ്പിച്ച സാറിൻ്റെ കഥയും ആ വീഡിയോസും എല്ലാം എനിക്ക് പ്രചോദനമായി. അമ്മയെയും അച്ഛനെയും കുറിച്ച് പറഞ്ഞ എല്ലാ വാക്കുകളിലും സാറിൻ്റെ വിഷമം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതുപോലെ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയണമെന്ന് എനിക്കും തോന്നുന്നു. ഒരു വാശിയായി ഞാനിത് പഠിക്കും. എനിക്ക് വീട്ടുകാർക്കും ടീച്ചേഴ്സിനും ഒരു സ്ഥലത്തും തലകുനിയാതിരിക്കാൻ ആയിട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എല്ലാറ്റിനും കഴിയുമെന്നുള്ള വിശ്വാസം വന്നു. എല്ലാത്തിനും കാരണം സാറിൻ്റെ മോട്ടിവേഷനാണ്. താങ്ക് യു സാർ. അങ്ങനെ നിരവധിയായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്ന ഒരവസ്ഥ ഉണ്ട്. ഇതും കൂടി ഞാൻ അവസാനിപ്പിക്കട്ടോ. അനുശ്രീ, ഹായ് സാർ. ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് സാർ. ഇന്ന് എടുത്ത ക്ലാസ് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ പഠിക്കണമെന്ന ചിന്ത എവിടെന്നോ മനസ്സിൽ കൊണ്ടു. അത്രയും സീരിയസ് ആയി കൂളായിട്ട് സാർ ഇന്ന് ക്ലാസ് എടുത്തത്. ഇന്നല്ല തന്നെ ഹക്കീം സാർ പറഞ്ഞു, ഇന്നലെ തന്നെ ഹക്കീം സാർ പറഞ്ഞു മോട്ടിവേഷൻ എടുക്കാൻ സാർ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. എന്താ രസം. സമയം പോയത് അറിഞ്ഞില്ല സാർ. പരീക്ഷയെക്കുറിച്ചാണ് മോട്ടിവേഷൻ പറയാൻ വന്നെങ്കിലും ഒരു വെടിക്ക് 2 പക്ഷി എന്നതുപോലെ പഠിക്കാനും ഫുൾ A+ വാങ്ങാനും മാത്രമല്ല എൻ്റെ കഴിവിനെ പുറത്തെടുക്കാനും സാധിക്കുമെന്ന വിശ്വാസം വന്നു. സാർ SI ആണ് എന്ന് പറഞ്ഞപ്പോൾ
പോലീസിൻ്റെ സ്വഭാവമാണെന്ന് വിചാരിച്ചു. എനിക്ക് തെറ്റി സാർ. ഒരു സഹോദരിയോട് സംസാരിക്കുന്നത് പോലെ ഫീലുണ്ടായി. അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാറേ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമായി. പ്രത്യേകിച്ചും മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും സങ്കടം വന്നു. പക്ഷേ ആ സങ്കടത്തിൽ ഒരു തീനാളം പോലെ അമ്മയെ സന്തോഷിപ്പിക്കാനും എനിക്ക് A+ കിട്ടിയില്ല, അമ്മ സന്തോഷിക്കും, അമ്മയ്ക്ക് അഭിമാനം ഉണ്ടാകുമെന്ന് വിശ്വാസം വന്നു. ആ സന്തോഷം കാണണമെന്ന് ആഗ്രഹം വന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട് സർ. കണ്ണുകാണാത്ത ചേച്ചി മഞ്ഞുമല കയറി, കാലില്ലാത്തയാൾ ഓടി മെഡലുകൾ വാങ്ങി, എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് A+ വാങ്ങിക്കൂടാ എന്ന ചോദ്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. എനിക്ക് പഠിക്കാൻ ഊർജ്ജം ലഭിച്ചത് സാറിൻ്റെ വാക്കുകളാണ്. സാറിൻ്റെ മോട്ടിവേഷൻ വളരെ ഹെൽപ്ഫുള്ളായി സാർ. താങ്ക് യു സാർ ഫോർ ഗിവ് എ എനർജറ്റിക് മോട്ടിവേഷൻ. താങ്ക് യു ആൻഡ് ബിഗ് സല്യൂട്ട് ഐ ഗിവ് യു. ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ ഇനിയും ഇതേപോലത്തുള്ള ഇതിൽ നല്ല മെച്ചമായി തിരഞ്ഞെടുത്തൊന്നുമല്ല, ഒരു 3-4 കൂടുതൽ കണ്ടൻസ് ഉള്ളത് എടുത്തെന്ന് മാത്രമേ. ഇത്രയും ഗംഭീരമായിട്ട് എൻ്റെ ഇങ്ങനെ കുട്ടികളോടും രക്ഷിതാക്കളോടും സംവദിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്രയും വലിയൊരു അംഗീകാരം, സന്തോഷം. സ്കൂളിൻ്റെ അധികൃതർ ഒരു റെമ്യൂണറേഷനും, നല്ലൊരു റെമ്യൂണറേഷൻ, ചെറുതല്ല, നല്ലൊരു റെമ്യൂണറേഷനും നല്ലൊരു മെമൻറ്റോയും ഒക്കെ തന്നതൊക്കെ അതിനേക്കാൾ എത്രയോ മഹത്തരമാണ് എൻ്റെ ഈ മക്കളുടെ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയതെന്നാണ് എനിക്ക് പറയാൻ. പ്രശംസ നടത്തിയത് വലിയൊരു മോട്ടിവേഷൻ ട്രെയിനിങ് എന്ന രീതിയിലൊന്നും ആകാനല്ല, സന്തോഷം പങ്കുവച്ചാണ്. ഇത്രയും കുട്ടികൾ നമുക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥനയോടെ ആ കുട്ടികൾക്കൊക്കെ, അപ്പോൾ ഇന്നത്തോടെ പരീക്ഷ കഴിഞ്ഞെന്നാണ് അറിയുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാ കുട്ടികളും, എൻ്റെ 322 കുട്ടികളും വളരെ വലിയൊരു നിലയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ആത്മപ്രശംസയായിട്ട് കരുതിയാലും തെറ്റില്ല. സന്തോഷം കൊണ്ട് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം.